അസലങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സുഹൃത്തായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനെയുള്ളതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കണം. സമാധാനം. അങ്ങേ തിരുക്കുമാരുടെ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപം ആശീർവദിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ രൂപം ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ ഓർമ്മ ഞങ്ങളിൽ നിന്ന് നിലനിർത്തട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി ഈ രൂപത്തിന്റെ മുൻപിൽ ഒരുമിച്ചുവിടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതരായി വസിക്കുകയും വിശുദ്ധിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യും ദൈവമേ, വിശുദ്ധരുടെ ഈ രൂപങ്ങളെ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി രൂപങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ഒരുമിച്ചുവിടുമ്പോൾ ഞങ്ങളുടെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷനെ സാക്ഷ്യം വഹിച്ച വിശുദ്ധരുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരോടുകൂടെ അങ്ങേ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ഭവനത്തെയും ഇതിന്റെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇവരെ കാത്തി രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തെക്കാൾ അങ്ങയുടെ അകലത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളേക്കാൾ ദൈവഭവനത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർത്തുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പ്രാർത്ഥിക്കണം. സമാധാനം. സകലത്തിന്റെയും നാഥ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശാനീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. സർവേശാനീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഗന ബലവാനും അമർത്യമായ കർത്താവേ, കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായന ഗുരുവശ്രദ്ധിച്ചാലും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹരോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലികഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിൽപ്പടന്മേലും മേൽപ്പടന്മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തുകാരുടെ കടൽപുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നുപോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്നും രക്ഷപ്പെടും. നമുക്കൊരു നിമിഷം ഇന്നേ ദിവസം വായിക്കുവാൻ പോകുന്ന തിരുവചന ഭാഗത്തെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ഈ ഭവനത്തിന് വലിയൊരു ശക്തിയായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. വചനം ദൈവത്തിൻ്റെതായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു. സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെതായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു.
സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നും എന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു, ഇന്നും എന്നും ദൈവം ജീവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ കർത്താവേശും മിശിഹായുടെയും പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസിന്റെ പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകുവാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസിലേക്ക് ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും തിരുവനന്തപുരത്തും ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകരം ഞാൻ ദരിദ്രർക്ക് കൊടുക്കണം. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നമുക്കൊക്കെ വളരെ പരിചിതമായിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് സക്കേവൂസിന്റെ ഭവനത്തിൽ യേശു എന്നതല്ലെങ്കിൽ സക്കേവൂസ് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ സംഭവമൊക്കെ. ഇവിടെ ഒരു വീടിന്റെ വെഞ്ചിരിപ്പാണ് ശൈലീന അമ്മ. കാരണം പോണ്ടിച്ചേരിയിൽ അച്ഛൻ വിളിച്ചപ്പോഴും പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ശൈലീന അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അമ്മയായിട്ട് നിൽക്കുന്നൊരു മനോഭാവമുള്ളത് കൊണ്ടായിരിക്കാം. എന്തിനാണെങ്കിലും തീർത്തും അവിചാരിതമായിട്ടുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ വെച്ചാൽ ബന്ധപ്പെടലൊക്കെയാണ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു വെഞ്ചിരിപ്പിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അല്പം കുറച്ചൊക്കെ ഞാൻ നിയമം പിടിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ കാണുന്ന ഒരു സുവിശേഷ ഭാഗത്തില് നിയമം പിടിച്ച് സംസാരിക്കാത്ത അല്ലെങ്കിൽ നിയമത്തിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. അതേസമയം തന്നെ നിയമത്തെക്കാൾ ഉപരി ഒരു മനുഷ്യന്റെ രക്ഷ എങ്ങനെ സാധ്യതമാക്കുവാൻ സാധിക്കുമോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. സക്കേവൂസ് ആരാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. സക്കേവൂസ് ചുങ്കം പിരിക്കുന്ന വ്യക്തിയാണ്. ചുങ്കം പിരിക്കുക എന്ന് പറയുമ്പോൾ യഹൂദനായിരിക്കാം ചുങ്കം പിരിക്കുന്നത്. പക്ഷേ പിരിക്കുന്നത് യഹൂദരിൽ നിന്ന് വിജാതിയർക്ക് വേണ്ടിയിട്ടാണ്. അതിനാൽ തന്നെ സമൂഹത്തിലെ മറ്റുള്ളവരുടെ വെറുപ്പിന് കാരണമാകുന്ന ഒരു ജീവിത അവസ്ഥയാണ് സക്കേവൂസിന്റെ. ഇനി ചുങ്കം പിരിക്കുന്നവര് അവരുടെ ഒരു ജോലിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് അമിതമായിട്ടുള്ള സംഖ്യ ഈടാക്കാൻ സാധ്യതയുള്ളവരാണ്. ഇപ്പോൾ സമൂഹത്തിലാണെങ്കിലും സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് സക്കേവൂസ്. ആ സക്കേവൂസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹമുണ്ട്. കൗതുകമായിരിക്കാം, യേശുവിനെ കുറിച്ച് പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം. അല്ലാണ്ട് യേശുവിനെ കണ്ട് യേശു തന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് വരണമെന്നോ മാനസാന്തരപ്പെട്ട പുതിയ സൃഷ്ടിയായി തീരണമെന്നോ സക്കേവൂസ് ആഗ്രഹിക്കേണ്ട സൂചനയൊന്നല്ല. സക്കേവൂസ് അതിനുള്ള മാർഗം കണ്ടെത്തുന്നു. യേശു ആരാണെന്ന് കാണാനായിട്ട്. അപ്പൊ യേശു ആരാണെന്ന് കാണാനായിട്ടുള്ള നോക്കുമ്പോൾ അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നത് അദ്ദേഹമായിരിക്കുന്ന സമൂഹം തന്നെയാണ്. ഒന്ന്, ചുങ്കക്കാരനായിരിക്കുന്ന താൻ സമൂഹ മധ്യത്തിൽ അല്പം പാപികളുടെ ഗണത്തിൽ കണക്കാക്കപ്പെടുന്ന താൻ യേശുവിനെ കാണാനായിട്ട് വരുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു ചിന്തയാണ് ഒന്ന് വരുന്നത്. മാനസികമായിട്ട് സക്കേവൂസിനെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയാണ്, ഉയരക്കുറവാണ്. സക്കേവൂസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും സമൂഹം അദ്ദേഹത്തിനൊരു തടസ്സമാണ്. യേശുവിന്റെ അടുക്കിലേക്ക് വ്യക്തിപരമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് തടസ്സമാകുന്നത് അദ്ദേഹത്തിന്റെ ഉയരക്കുറവാണ്. യേശുവിനെ കാണുവാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഏത് വിധേയനെയും കാണാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും എന്നുള്ളതാണ് സക്കേവൂസ് നമുക്ക് കാണിച്ചു തരുന്നത്. സക്കേവൂസ് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. യേശുവിനെ നോക്കുന്നു. യേശുവിനെ കാണുമ്പോൾ അതിൽ സക്കേവൂസിന് സന്തോഷമുണ്ട്. പക്ഷേ സക്കേവൂസിന്റെ ആഗ്രഹത്തെ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്ന യേശു സക്കേവൂസിനോട് പറയുന്നത്, നീ താഴോട്ട് ഇറങ്ങി വരിക. 2 അർത്ഥമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുക. ഒന്ന്, യേശു ആരാണെന്ന് അറിയുവാനുള്ള സക്കേവൂസിന്റെ ആഗ്രഹത്തെ യേശു വളരെ കാര്യമായ രീതിയിൽ തന്നെ അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ അഭിനന്ദിക്കുന്ന രീതിയിൽ സക്കേവൂസിനോട് പറയാണ്, നീ എന്നെ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു, നിന്നെ ഞാൻ കണ്ടു, നീ താഴോട്ട് ഇറങ്ങി വരുന്നു. ഒന്ന്. മറ്റൊന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതാണ്, സക്കേവൂസ് ഉയരത്തിൽ നിന്ന് യേശുവിനെ നോക്കി കാണാണ് ചെയ്യുന്നത്.
യേശുവിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ യേശു നിൽക്കുന്ന ഇടത്ത് വന്ന് യേശുവിനെ നേരിൽ കാണുവാനുള്ള ആ ഒരു അവസ്ഥ സഖ്യബൂസിന് ഉണ്ടാവുക ആവശ്യമായിരുന്നു. യേശു നിൽക്കുന്ന ആ സമതലത്തിലേക്ക് ഈശോ സഖ്യബൂസിനെ ഇറക്കിക്കൊണ്ടുവരുന്നു. സഖ്യബൂസ് യേശുവിനെ കൂടുതൽ സ്നേഹത്തോടുകൂടെ തന്നെ യേശുവിന്റെ സ്നേഹവും മറ്റുമൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നു. തുടർന്നത് നമുക്ക് കാണാം, തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഭാവിയായ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. സഖ്യബൂസ് ഒരു പക്ഷെ മറ്റു പല ചുങ്കക്കാരെ പോലെ വലിയൊരു പാപിയായിരിക്കണമെന്നില്ല. കാരണം സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, സഖ്യബൂസ് തന്റെ മാനസാന്തരം അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി തീർന്നു എന്നുള്ളത് വെളിപ്പെടുത്തുമ്പോൾ പറയുന്നുണ്ട്, സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ വഞ്ചിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നുള്ളതല്ല സഖ്യബൂസ് പറയുന്നത്. ഇപ്പോൾ സഖ്യബൂസ് വഞ്ചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കാനായിട്ട്. യഹൂദരുടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി മാത്രം കൊടുത്താൽ മതി. സഖ്യബൂസ് അതിനേക്കാൾ കൂടുതൽ ഔദാര്യത്തോടു കൂടെ ആയിരിക്കുകയാണ് 4 ഇരട്ടിയായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതൊക്കെ കാണുന്നത് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച സഖ്യബൂസിന്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടപ്പോൾ സഖ്യബൂസ് തീർത്തും അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ളൊരു മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഈശോയുടെ ഹൃദയത്തിന്റെ രൂപം വെച്ചിട്ടുണ്ട്. ഇതൊരു അലങ്കാര വസ്തുവല്ല, ഇത് ഈ കുടുംബത്തിന്റെ കേന്ദ്രമായി. ഈശോയുടെ സാന്നിധ്യമാണ് ഒരു കുടുംബത്തിന്. സഖ്യബൂസിന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു വന്നതിന് ശേഷം മാത്രമാണ്, സഖ്യബൂസിന്റെ മാനസാന്തരത്തിന്റെ അവസ്ഥകൾ വെളിപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഈശോ പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഈശോയുടെ തിരുസ്വരൂപം ഈ കുടുംബത്തെ സംബന്ധിച്ച് ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നവർക്കും യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള ഒന്നായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ കുടുംബത്തോട്, ഇവിടെയുള്ള ശരീരത്തോടുള്ള ബന്ധം കണക്കിലെടുത്ത്, സ്നേഹം കണക്കിലെടുത്തൊക്കെ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനം, പലരും ഗിഫ്റ്റ് കൊണ്ടുവന്നോന്ന് അറിയില്ല, കൊടുക്കാവുന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ്. തിരുഹൃദയത്തിന്റെ സ്വന്തം എന്ന രീതിയിൽ തുടർന്നും ജീവിക്കുവാനും, തീർച്ചയായിട്ടും ജീവിതത്തിന്റെ വേദനകളും ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ജീവിത പങ്കാളിയും നഷ്ടമായി, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ. എന്തൊക്കെയാണെങ്കിലും ഏതൊരു വേദനയിലും ദുഃഖത്തിലും ആശ്വാസമാകുന്നവരാണ് ഈശോനാഥൻ എന്നുള്ള ആ വലിയ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കരുതെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയും ബന്ധങ്ങളിൽ ഈശോയ്ക്ക് ഇടം കൊടുക്കുമ്പോൾ അവിടെ സമാധാനം കാണാൻ സാധിക്കും. സഖ്യബൂസ് ഈശോയെ കണ്ടു, ഈശോയുടെ സാന്നിധ്യം ആഴത്തിൽ മനസ്സിലാക്കി. സഖ്യബൂസ് പുതിയ സൃഷ്ടിയായി തീർന്നു. സഖ്യബൂസിന്റെ ഭവനം സമാധാനത്തിന്റെ ഭവനമായി തീർന്നു. ഈ ഭവനത്തിലും യേശുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ഇടവകയുടെ പേരിൽ, ഇവിടെ പുതുതായിട്ട് താമസിക്കുന്ന ശരീരം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രത്യേകം എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ കുർബാനകളെയും ദൈവമേ എന്ന് അപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ, അങ്ങയുടെ പുതിയ കൽപ്പനയനുസരിച്ച് യുക്തിയോടുകൂടെ ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും ജീവിതകർമ്മങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിനായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ, ഈ കുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ, ബാല്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഈജിപ്തിലെ അടിമത്തത്തിൽ വ്യത്യസ്തമായവരുടെ കുടുംബങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച കാരുണ്യവാനായ കർത്താവേ, ഈ കുടുംബത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ നൽകിയതിനെ കാത്തിരിക്കണം. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെയും സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കുടുംബത്തെ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചൊല്ലിത്തരുന്ന പ്രാർത്ഥന അതിൻ്റെതായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റുചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ.
സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ പ്രചരിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ടാനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തരവുകളെ ഹൃദയവും മാറിയോശിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തരവുകളെ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. ായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെയും സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ ക്രിസ്തുവിന്റെ സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലും ബന്ധങ്ങളിലും പ്രത്യേകിച്ച് കുടുംബത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. പരിസ്ഥിതിതാവാം സദയേശാ ദിവ്യാരോഗ്യമീതനമേ. ചലനാതിഥികാരി ദിവ്യാരോഗ്യമീതനമേ. ദൈവമാവാം സദയേശാ ദിവ്യാരോഗ്യമീതനമേ. പരിപാവനമാം ദീപമേ ദിവ്യാരോഗ്യമീതനമേ. കൃപനാമിശിഹ കർത്താവേ നിത്യപിതാവിൻ രക്ഷകനേ ദിവ്യാരോഗ്യമീതനമേ.
അപ്പോഴകത്ത് കത്തുന്നുണ്ട്. Eso